ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ തുടർച്ചയായ 6ാമത്തെ ദിവസം നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്നും ബാങ്കിങ് സെക്ടർ, ബാങ്കിങ് കമ്പനീസ് തന്നെയാണ് നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും എല്ലാം തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. എസ്പെഷ്യലി HDFC ബാങ്ക് നിഫ്റ്റി 42 പോയിന്റ് ആണ് ഇന്ന് റാലി രേഖപ്പെടുത്തിയത്. ITCയും HVLും ജിയോ ഫിനാൻസും HDFC ആണ് നിഫ്റ്റിയിൽ നിന്ന് മികച്ച പെർഫോമൻസ് നടത്തിയ കമ്പനീസ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് 5% ഒരു ഫോള്, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ കമ്പനീസ് ഫോള് രേഖപ്പെടുത്തി. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ എല്ലാം തന്നെ ഒരു 600 crores എല്ലാം തന്നെ ഡിസ്ക്രിപ്പൻസി EY കണ്ടെത്തിയതിനെ തുടർന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക് ഫോള് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ചോള ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഏകദേശം 6% ഒരു ഫോൾ ഉണ്ടായി. CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തതാണ് കാരണം. എയർ കണ്ടീഷൻ നിർമ്മാതാക്കളായിട്ടുള്ള കമ്പനി, എസ്പെഷ്യലി വോൾട്ടാസ് പോലെയുള്ള കമ്പനീസ് ഇന്ന് ഗെയിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് ഈ BIS സ്റ്റാൻഡേർഡ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, ഈ ഒരു റൂള് റിലാക്സേഷൻ കൊടുത്ത ഒരു കാരണം കൊണ്ടാണ് വോൾട്ടാസിന് ഇന്ന് നേട്ടം കൈവരിക്കാനായിട്ട് പറ്റിയത്. അതുപോലെ തന്നെ ഇന്ന് ഈ ബിവറേജസ് കമ്പനീസ്, പ്രധാനമായിട്ടും യുണൈറ്റഡ് സ്പിരിറ്റ്സ്, യുണൈറ്റഡ് ബിവറേജസ് കമ്പനീസ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി നേട്ടം കൈവരിക്കാനായിട്ട് പറ്റി. ഗിഫ്റ്റ് സിറ്റിയിൽ ഈ ലിക്വർ പെർമിറ്റ് റൂൾസ് എല്ലാം തന്നെ റിലാക്സേഷൻ ഗവൺമെന്റ് കൊടുത്ത കാരണം കൊണ്ട് ഈ ഒരു ലിക്കർ കമ്പനീസിന് ഇന്ന് സ്ലൈറ്റ്ലി ഗുണകരമായിട്ടുണ്ട്. ഇന്ത്യയും US തമ്മിലുള്ള നെഗോസിയേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. US വൈസ് പ്രസിഡന്റ് GD വാൻസി എല്ലാം തന്നെ ഇന്ത്യ ഡൽഹി സന്ദർശിച്ചു. PM മോഡിയായിട്ട് ചർച്ചകളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു US മാർക്കറ്റ് 900 പോയിന്റ് 2.5%, നാസ്ഡാക്കും ഡോയും ഫോള് രേഖപ്പെടുത്തി. ഡൊണാൾഡ് ട്രംപും ജെറോം പൗലും തമ്മിൽ കടുത്ത രീതിയിലുള്ള വാഗ്വാദം എന്ന് പറയാൻ സാധിക്കില്ല. ഡൊണാൾഡ് ട്രംപ് ജെറോം പൗലിനെതിരെ വലിയ തോതിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജെറോം പൗല് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാത്തതിൽ വലിയ തോതിൽ അതൃപ്തി ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഇന്നലെ US മാർക്കറ്റ് ഫോള് ആവാനായിട്ടുള്ള ഒരു വലിയ റീസൺ. ഇതിനിടെ ഈ ഒരു ഗ്ലോബൽ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നതിനിടെ ഗോൾഡെല്ലാം തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഓൾ ടൈം ഹൈ ആണ്. ഇന്ത്യയിലും ഗോൾഡ് 10 ഗ്രാമിന് 1 lakh ആദ്യമായിട്ട് കടന്നു എന്നുള്ള ഒരു ന്യൂസാണ് ഗോൾഡ് നിക്ഷേപരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളത്. ഇനി HDFC ബാങ്ക് 15 ലക്ഷം മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ 3ാമത്തെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയായിട്ട് HDFC ബാങ്ക് മാറി എന്നുള്ള ന്യൂസാണുള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE ഫ്ലാറ്റ് ആണ്. CAC 40 ഫ്രാൻസ് മാർക്കറ്റ് നെഗറ്റീവാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 2% ഫോൾ ആയിട്ടുണ്ട്. ഡോ ഫ്യൂച്ചർ റിക്കവറി മോഡലാണ്, 300 പോയിന്റ് അപ്സൈഡ് പോയി. ജപ്പാൻ, കൊറിയ എല്ലാം തന്നെ നെഗറ്റീവാണ്. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ നെഗറ്റീവായിട്ട് രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ $3,436 പെർ ഔൺസ് എന്ന നിലയിൽ എത്തി നിൽക്കുകയാണ്. ഇന്നും ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ $32 പെർ ഔൺസ് എന്ന നിലയിൽ എത്തി നിൽക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 88,000 എന്ന റേഞ്ചിൽ ബിറ്റ്കോയിനും എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഗോൾഡ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ കാണാതെ, ഇപ്പോൾ ഗോൾഡിലെല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും SGB എല്ലാം തന്നെ പഴയ സീരീസുകളെല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തണം. എത്ര പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ഗോൾഡ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നേട്ടം, എത്ര പെർസെൻറ്റേജ് ആണെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റുള്ള ആളുകൾ അത് കാണുമ്പോൾ ഈ ഗോൾഡിൻ്റെ ആ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം എയർടെല്ലായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. അദാനി ഡേറ്റ നെറ്റ്വർക്കായിട്ട് എയർടെൽ ഒരു 5G എക്സ്പാൻഷൻ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. ആർക്കേഡ് കമ്പനി 20% ഇവരുടെ പ്രീ സെയിൽസ് എല്ലാം തന്നെ റൈസ് ചെയ്തു എന്നുള്ള ന്യൂസാണ് ഉള്ളത്. കളക്ഷനും 21% വളർച്ച കൈവരിച്ചു. വർദ്ധമാൻ സ്റ്റീൽ, സ്പെഷ്യൽ സ്റ്റീൽ കമ്പനി 32 കോടി രൂപയിൽ നിന്ന് 19 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു, 3 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കോഹിനൂർ ഫുഡ്സ് കമ്പനി, ഇവർക്ക് ബാങ്കിന്റെ ഭാഗത്ത് NOC കിട്ടിയിട്ടുണ്ട്. ഹരിയാനയിലുള്ളവരുടെ പ്ലാന്റിന്റെ എല്ലാം തന്നെ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ഇന്ന് 15% റാലി രേഖപ്പെടുത്തി.
TCS കമ്പനി ICICI സെക്യൂരിറ്റീസ് ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. പുറവൻകര കമ്പനി 900 കോടി രൂപയുടെ സെയിൽസ് ആണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ള ന്യൂസ് ഉണ്ട്. പുറവൻകര എന്ന റാലി രേഖപ്പെടുത്തി. ഡെൽറ്റ കോർപ്പ് ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ FIU ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തു. ഡെൽറ്റ കോർപ്പ് എന്ന് പോസിറ്റീവ്ലി റിയാക്ട് ചെയ്തു. റൈറ്റ് കെയിൻ ട്രാവൽ കമ്പനി ടുനി ഏഷ്യ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. റൈറ്റ് കെയിൻ ട്രാവൽ കമ്പനി ട്രാവൽ രംഗത്തുള്ള ലീഡിംഗ് കമ്പനിയാണ്. നെയ്ക്ക കമ്പനി ഇവര് ബ്യൂട്ടി ഫെയർനെസ് കമ്പനിയാണ്. അപ്പോൾ ഇവര് ഗ്ലോബൽ സൺസ്ക്രീൻ ബ്രാൻഡായിട്ടുള്ള സൂപ്പർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണെന്നുള്ള ന്യൂസാണ് ഉള്ളത്. നിഫ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ തുടർച്ചയായ ഒരു 6ാമത്തെ ദിവസം കണ്ടിന്യൂസ് റാലിയിലാണ് ഉള്ളത്. FIIസും തുടർച്ചയായ 4 ദിവസം FIIസും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് ആണ് ഉള്ളത്. FIIസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചൈന ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓവർ ബോട്ട് മാർക്കറ്റാണ്, ഇന്ത്യയിൽ നിന്ന് പണം ചൈനയിലേക്ക് ഒഴുകുന്നു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ നമ്മൾ കണ്ടത്. ആ ഒരു സമയത്ത് നിഫ്റ്റി 26,200 ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതായിരുന്നു നമ്മുടെ പ്രധാന തലവേദന. ആ ഒരു സമയത്ത് ഗ്ലോബൽ മാർക്കറ്റുകൾ ഒന്നടങ്കം മുകളിലേക്ക് പോകുമ്പോൾ നിഫ്റ്റി മാത്രം ഫോൾ ആവുന്ന കാഴ്ചയായിരുന്നു നമ്മൾ ആ ഒരു സമയത്ത് കണ്ടത്. പിന്നീടാണ് ഈ ട്രംപ് ഈ ഒരു താരിഫ് ഹൈക്കും ചൈനയ്ക്ക് മേൽ വലിയ തോതിൽ ഉപരോധം ഏർപ്പെടുത്തിയതും ഇപ്പോൾ US കമ്പനീസിനും ഇപ്പോൾ ചൈനയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസിന് പോലും രക്ഷയില്ലാത്തൊരു സ്ഥിതിയിൽ FIIs ഇന്ത്യയിൽ നിന്ന് പണം ഇനി ചൈനയിലേക്ക് അടുത്തെങ്ങും വക മാറ്റാനായിട്ടുള്ള സാധ്യതകൾ തീരെ കുറവാണ്. ഓൾറെഡി തന്നെ ആപ്പിൾ എല്ലാം തന്നെ ചൈനയിലെ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് മാറ്റുന്ന തിരക്കിലാണ്. കൂടാതെ തന്നെ ടെസ്ല ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് ടെസ്ല വരികയാണെങ്കിൽ അത് വലിയൊരു മാർക്കറ്റാണ് ടെസ്ലനെ സംബന്ധിച്ച് ഓപ്പൺ ആവുന്നതും. 140 കോടി ജനങ്ങളുള്ള ഒരു വലിയ മാർക്കറ്റാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ചൈനയിൽ ടെസ്ലയ്ക്ക് ഒരു ക്ഷീണം ഉണ്ടായാൽ കൂടി ഇന്ത്യയിൽ അത് അവർക്ക് റെക്ടിഫൈ ചെയ്യാമെന്നാണ് ടെസ്ലയുടെ ഒരു ചിന്ത. കൂടാതെ തന്നെ ഇന്ത്യ ആവട്ടെ EV പോളിസീസ് എല്ലാം തന്നെ ദ്രുതഗതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ പോലും ഇപ്പോൾ 2 വീലർ 3 വീലർ വാഹനങ്ങൾ EV മാത്രം ആകും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇന്ത്യ. അപ്പോൾ ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് FIIs പണ്ടത്തെ പോലെ ചൈനയിലേക്കൊന്നും ഫണ്ട് വകമാറ്റാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ PM മോഡി ആയിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇരു രാജ്യങ്ങൾക്കും വലിയ തോതിൽ ദോഷകരമല്ലാത്ത രീതിയിൽ ഇതൊക്കെ പര്യവസാനിക്കുകയാണെങ്കിൽ US ഏറ്റവും ആദ്യം ധാരണയിലെത്തുന്ന ഒരു രാജ്യമായിട്ടൊക്കെ മാറിയേക്കാം ഇന്ത്യ. കാരണം ഈ ഒരു ഇഷ്യൂസിന് ശേഷം മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളോ മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ സന്ദർശിക്കുന്നതിന് മുമ്പ് US വൈസ് പ്രസിഡന്റ് സന്ദർശിച്ച രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ആ ഒരു രീതിയിലും നമുക്ക് ഏറ്റവും കൂടുതൽ രമ്യതയിൽ എത്താൻ നമുക്കായിരിക്കാം കൂടുതൽ സാധ്യതകൾ കൂടുതൽ. അങ്ങനെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.